ഹായ് ഓൾ, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് പെർമ്യൂട്ടേഷൻ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് നോക്കാം, പ്രോഡക്ട്സ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ്. എവറി പെർമ്യൂട്ടേഷൻ ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ സൈക്കിൾ ഓർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ്. അതായത് ഏതൊരു പെർമ്യൂട്ടേഷൻ എടുത്തു കഴിഞ്ഞാലും ഒരു ഫൈനൈറ്റ് സെറ്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന പെർമ്യൂട്ടേഷൻ, ഓക്കെ, അങ്ങനെ ഏത് പെർമ്യൂട്ടേഷൻ എടുത്തു കഴിഞ്ഞാലും ആ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു സൈക്കിളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസിൻ്റെ പ്രോഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് രീതിയിൽ എന്തായാലും അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിരിക്കും. ഇതാണ് ഈ പ്രോപ്പർട്ടി, അതായത് തിയറം പറയുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഈ തിയറം എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് രണ്ടൊന്ന് എക്സാമ്പിൾ വെച്ചൊന്ന് പറഞ്ഞുതരാം. അതിന് നമുക്ക് തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞ് പ്രൂഫിലേക്ക് പോകാം. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ, ആൽഫ 1 ലെറ്റ് ആൽഫ 1 ഈക്വൽ ടു ഒരു ഐഡൻറ്റിറ്റി ആണെന്ന് വിചാരിക്കുക. ഐഡൻറ്റിറ്റി ഇനി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, പറഞ്ഞ കാര്യമാണ്. ഇതിന് നമുക്ക് സൈക്കിളായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാമല്ലോ. 1 2 3 4 5. 1 ഒരു സൈക്കിൾ, 2 ഒരു സൈക്കിൾ, 3 ഒരു സൈക്കിൾ, 4 ഒരു സൈക്കിൾ, 5 ഒരു സൈക്കിൾ. ഓക്കെ, കാര്യം 1 to 1 ആണ്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. 2 to 2 അടുത്ത സൈക്കിൾ, 3 to 3 അടുത്ത സൈക്കിൾ, അങ്ങനെ സൈക്കിൾ കംപ്ലീറ്റ് ആയി. അതല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷനെ സിമ്പിളായിട്ട് 1 എന്നോ അല്ലെങ്കിൽ 5 എന്നോ മാത്രം എക്സ്പ്രസ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അതായത് ഐഡൻറ്റിറ്റിയെ ഈ രണ്ട് ഇതിൽ എക്സ്പ്രസ് ചെയ്യാം. അതായത് ഒന്നെങ്കിലും ഒരു സൈക്കിളായിട്ട് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിളായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. അടുത്തൊരു എക്സാമ്പിൾ, ഐഡൻറ്റിറ്റി അല്ലാത്തൊരു എക്സാമ്പിൾ. അവിടെ ഒരു എക്സാമ്പിൾ എത്തുന്നുണ്ട്, ആൽഫ 2 ഈക്വൽ ടു, അത് ഐഡൻറ്റിറ്റി അല്ല. ഓക്കെ, അതിനതാ നമ്മൾ സൈക്കിൾ നൊട്ടേഷനിലോട്ടൊന്ന് മാറ്റുന്നു. അതായത് 1 എന്ന് പറയുന്നത് 5ലോട്ടാണ്, ആ 5 എന്ന് പറയുന്നത് 2ലോട്ടാണ്, 2 എന്ന് പറയുന്നത് 3ലോട്ടാണ്, 3 എന്ന് പറയുന്നത് 4ലോട്ടാണ്, 4 എന്ന് പറയുന്നത് 1ലോട്ടാണ്. ഓക്കെ, അത് 1ൽ സ്റ്റാർട്ട് ചെയ്തു, 1ലാണ് അവസാനിച്ചത്. ഓക്കെ, അത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. അതായത് എല്ലാ എലമെൻസും അതിനകത്ത് കവർ ചെയ്തു. അതായത് 1 5 2 3 4 എന്ന് പറയുന്ന ഒറ്റ സൈക്കിളായിട്ട് പെർമ്യൂട്ടേഷൻ എക്സ്പ്രസ് ചെയ്തു. ക്ലിയർ ആണോ? അതാണ് നമ്മൾ ഈ തിയറം പറഞ്ഞിരിക്കുന്നത്. എവറി പെർമ്യൂട്ടേഷൻ ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ സൈക്കിൾ, ഒരു സൈക്കിളായിട്ട് എക്സ്പ്രസ് ചെയ്യാം, അതല്ലെങ്കിൽ ഡിസ്ജോയിൻറ്റ് സൈക്കിൾസിൻ്റെ പ്രോഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതിന് എക്സാമ്പിളാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കുക, ആൽഫ 3 ഈക്വൽ ടു, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ഐഡൻറ്റിറ്റി അല്ലാത്തൊരു പെർമ്യൂട്ടേഷനാണ്. അതിനെന്താ 1 to 2, 2 to 4, ആ 4 1ലോട്ട്, അതായത് 1ൽ തുടങ്ങി 1ൽ അവസാനിച്ചു. അതായത് 1 to 4 എന്ന് പറയുന്ന സൈക്കിൾ. ഓക്കെ, ഇനി അടുത്ത് എലമെൻറ്റിൽ നിന്ന് തുടങ്ങുക. 3 എന്ന് പറയുന്നത് 5ലോട്ടാണ്, ആ 5 എന്ന് പറയുന്നത് 3ലോട്ടാണ്, 3ൽ തന്നെ അവസാനിച്ചു. 3 5 എന്ന് പറയുന്ന അടുത്ത സൈക്കിൾ. അടുത്ത 6 എന്ന് വെച്ചാൽ 6ലോട്ടാണ്, സിംഗിൾ സൈക്കിൾ 6. ഓക്കെ, അതായത് ഇവ മൂന്നും ഡിസ്ജോയിൻറ്റ് സൈക്കിളാണല്ലോ, അതായത് പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിളാണ്. അതായത് ഏതൊരു പെർമ്യൂട്ടേഷൻ എടുത്തു കഴിഞ്ഞാലും ആ പെർമ്യൂട്ടേഷനെ ഒന്നെങ്കിൽ സൈക്കിളായിട്ട് എക്സ്പ്രസ് ചെയ്യാം, അതല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിളായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഇതാണ് തിയറം പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. എന്താണ് പ്രൂഫ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലെറ്റ് ആൽഫ ബി എനി പെർമ്യൂട്ടേഷൻ ഓൺ എ സെറ്റ് എ ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു n. ഇവിടെ നമ്മൾ ഒരു സെറ്റ് ചൂസ് ചെയ്യുന്നു. കാര്യം ഫൈനൈറ്റ് സെറ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുക. അന്നേരം എ എന്ന് പറയുന്നൊരു സെറ്റ് എടുക്കുന്നു, 1 2 3 എക്സെട്ര അപ് ടു n, ഫൈനൈറ്റ് ആണ്. അതിലെ പെർമ്യൂട്ടേഷനാണ് ആൽഫ എന്ന് പറയുന്നത്. നമുക്ക് തെളിയിക്കാനുള്ളത് ഈ ആൽഫ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ ഒന്നെങ്കിൽ സൈക്കിളായിരിക്കണം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിളിൻ്റെ ഫോം ആയിരിക്കണം. ഈ രണ്ട് രീതിയിലായിരിക്കണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതിന് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, നമ്മൾ എടുത്തിരിക്കുന്ന ആൽഫ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ ഐഡൻറ്റിറ്റി ആണെന്ന് എടുക്കുന്നു. ഐഡൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനെ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്തുകൂടെ? തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അതായത് ഐഡൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നമുക്ക് ഒന്നെങ്കിൽ ഡിസ്ജോയിൻറ്റ് സൈക്കിൾസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാം, അതല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു സൈക്കിളായിട്ട് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അത് വി ആർ ഡൺ. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പ്രൂവ് ചെയ്യാനില്ല. സോ ദ റിസൾട്ട് ഈസ് ക്ലിയർ ഇൻ ദിസ് കേസ്. അതായത് ഐഡൻറ്റിറ്റി ആവുന്ന കേസിൽ നമുക്ക് ക്ലിയർ ആണ്. ഐഡൻറ്റിറ്റി ആയിക്കഴിഞ്ഞാൽ ആൽഫ എന്ന് പറയുന്ന, നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ചൂസ് ചെയ്യുന്ന ആൽഫ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ ഐഡൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്നുകിൽ ഒരു സൈക്കിളായിട്ട് എഴുതാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിളായിട്ട് എഴുതാം. അതാണ് തൊട്ടുമ്പത്തെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, ആ കാര്യം ക്ലിയർ ആണ്. ഇനി കേസ് 2 എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി അല്ലെന്ന് വിചാരിക്കുക. ഐഡൻറ്റിറ്റി അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രൂവ് ചെയ്യാം? ലെറ്റ് ആൽഫ നോട്ട് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. ആൽഫ ഐഡൻറ്റിറ്റി അല്ല. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യം എന്താണെന്നുള്ളത് ഓർക്കുക. ആൽഫ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷനാണ്. ഈ പെർമ്യൂട്ടേഷൻ ഒന്നെങ്കിൽ സൈക്കിളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഐഡൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് ട്രൂ ആണ്, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഇനി ഐഡൻറ്റിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് ആദ്യം ഒരു എക്സാമ്പിൾ വെച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു പെർമ്യൂട്ടേഷനാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, 1ൻ്റെ ഇമേജ് ആണ് 2 എന്ന് പറയുന്നത്. ആദ്യം ഞാൻ 1 എന്ന് പറയുന്ന എലമെൻറ്റ് എയിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, 1ൻ്റെ ഇമേജിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ആൽഫ ഓഫ് 1, 2ൻ്റെ ഇമേജിന് ആൽഫ ഓഫ് 2, 3യുടെ ഇമേജ് ആണെങ്കിൽ ആൽഫ ഓഫ് 3. ഇതാണ് ജനറലായിട്ട് നമ്മൾ പെർമ്യൂട്ടേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഓക്കെ, 1ൻ്റെ ഇമേജ് ആൽഫ ഓഫ് 1 ആണല്ലോ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൽഫ ഓഫ് 1 എന്ന് വെച്ചാൽ എന്താണ്? 1ൻ്റെ ഇമേജ്. ആ 1ൻ്റെ ഇമേജ് എന്ന് വെച്ചാൽ എന്താണ്? 2. അതായത് ആൽഫ ഓഫ് 1 ഈക്വൽ ടു 2.
ക്ലിയർ ആണല്ലോ. ഇനി അതേപോലെ ഇപ്പം ആൽഫ ഓഫ് 1 2 ആണ് കിട്ടിയത്, 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? ഓക്കെ, സൈക്കിളിൻ്റെ രീതി അങ്ങനെയാണല്ലോ, എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? 2ൻ്റെ ഇമേജാണ് ആൽഫ ഓഫ് 2 എന്ന് പറയുന്നത്, ശരിയല്ലേ? ആ ആൽഫ ഓഫ് 2ൻ്റെ ഇമേജ് എന്താണ്? 3 ആണ്, ശരിയല്ലേ? രണ്ടാമത് എഴുതിയിരിക്കുന്നത് നോക്കുക, ആൽഫ ഓഫ് 2 = 3. ഓക്കെ, ഇപ്പം ആൽഫ ഓഫ് 2 = 3 എന്നല്ലേ കിട്ടിയത്. അതിന് ആൽഫ ഓഫ് 1 എന്ന് എഴുതി കൂടെ? കാര്യം 2 എന്ന് വെച്ചാൽ എന്താണ്? ആൽഫ ഓഫ് 1 അല്ലേ 2 എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം 2ന് പകരം ആൽഫ ഓഫ് 1 എന്ന് കൊടുത്തു. ഓക്കെ, അന്നേരം ആൽഫ ഓഫ് 1 = 3. അത് ആൽഫ ഓഫ് 1 = 3 എന്ന് വെച്ചാൽ ആൽഫ സ്ക്വയർ ഓഫ് 1 = 3. ഓക്കെ, അന്നേരം ആൽഫ സ്ക്വയർ ഓഫ് 1 3 എന്ന് കിട്ടി. ആൽഫ ഓഫ് 1 2 ആണ്, ആൽഫ സ്ക്വയർ ഓഫ് 1 = 3 എന്ന് കിട്ടി. ഇനി 3ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? ഓക്കെ, സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, എവിടെയാണ് നിർത്തി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 3ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 3 എന്ന് പറയുന്നത് വീണ്ടും 1ൽ വന്നു. ഓക്കെ, അന്നേരം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയ കാര്യം 1ലാണ് സ്റ്റാർട്ട് ചെയ്തത്. 3 എന്ന് പറയുന്നത് 1ലാണ്. ആൽഫ ഓഫ് 3 എന്ന് പറയുന്നത് 1 ആണ്. 3യുടെ ഇമേജ് 1 ആണ്. ഓക്കെ, അതായത് ആൽഫ ഓഫ് 3ക്ക് പകരം ആൽഫ സ്ക്വയർ 1 എന്ന് കൊടുക്കാമല്ലോ. ഓക്കെ, അന്നേരം ആൽഫ സ്ക്വയർ ഓഫ് 1 = 1 എന്ന് വരും. അതായത് ആൽഫ ക്യൂബ് ഓഫ് 1 = 1 എന്ന് വരും. അതായത് സൈക്കിൾ കംപ്ലീറ്റ് ആയി. നമ്മൾ 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, 1ൽ അവസാനിച്ചു. അതായത് 1 എന്ന് പറഞ്ഞാൽ 2ലോട്ടാണ്, 2 എന്ന് പറഞ്ഞാൽ 3ലോട്ടാണ്, 3 എന്ന് പറഞ്ഞാൽ 1ലോട്ടാണ്. ഓക്കെ, ഇവിടെ ഈ നൊട്ടേഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. ഇവിടെ ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് A1 എന്ന് പറഞ്ഞൊരു എലമെൻ്റ് എടുക്കുന്നു. ഓക്കെ, അങ്ങനെ A1ൻ്റെ ഇമേജിനെ ആൽഫ ഓഫ് A1 എന്ന് എടുക്കുന്നു. ഓക്കെ, ആ A1ൻ്റെ ഇമേജ് A2 ആണെന്ന് എടുക്കുന്നു. ഓക്കെ, നമ്മളിവിടെ അസ്യൂം ചെയ്യുന്ന സൈക്കിളിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് A1 A2, ഈ A2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു A2 A3, A3ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു A3 A4, പിന്നെ എക്സെട്ര ഇങ്ങനെ പോകുന്നു. ഓക്കെ, അവസാനം ഇത് അവസാനിക്കുന്നു. ഇതാണ് ഇതിൻ്റെ രീതി. അതായത് A1ൻ്റെ ഇമേജ് A2, ആ A2ൻ്റെ ഇമേജ് A3, A3യുടെ ഇമേജ് A4, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അങ്ങനെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നു. അവസാനം M എന്ന് പറയുന്ന പവറിന് AM എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുന്നു. അതിൻ്റെ ഇമേജ് എന്ന് പറയുന്ന 1 എന്ന് എടുക്കുന്നു. അത് A1ൽ നിന്നല്ലേ തുടങ്ങിയത്, A1ൽ അവസാനിക്കുന്നത്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുമല്ലോ. ഓക്കെ, ഈ ഒരു ഐഡിയ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഞാൻ ഈ തീരം പറഞ്ഞുതരാം എന്താണെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതാ നോക്കുക, ആൽഫ ഓഫ് A1 = A2. അതായത് A1 എന്ന് പറഞ്ഞ എലമെൻ്റ് എടുത്തു, അതിൻ്റെ ഇമേജിന് ആൽഫ ഓഫ് A1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതിൻ്റെ ഇമേജ് A2 ആണ്. ഓക്കെ, ഇപ്പോൾ A2ലാണല്ലോ കിട്ടിയിരിക്കുന്നത്. ഇനി A2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, A2ൻ്റെ ഇമേജ് എന്ന് വെച്ചാൽ ആൽഫ ഓഫ് A2, അത് A3 ആണെന്നറിയാം നമുക്ക്. ഞാനിപ്പം സൈക്കിൾ വരച്ച് കാണിച്ചു തന്നായിരുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ A2നെ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൂടെ? ആൽഫ ഓഫ് A1 എന്നുള്ളത് അത് ആൽഫ ഓഫ് A1 = A3 എന്ന് എഴുതാം. ആൽഫ ഓഫ് A1 എന്ന് വെച്ചാൽ ആൽഫ സ്ക്വയർ ഓഫ് A1 = A3. ആ A3 ആൽഫ ഓഫ് A2 എന്ന് എഴുതാമല്ലോ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അഗെയിൻ ഇപ്പം നമുക്ക് A3 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി A3ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. A3യുടെ ഇമേജ് ആൽഫ ഓഫ് A3 എന്ന് വെച്ചാൽ A4. ഓക്കെ, ആൽഫ ഓഫ് A3 എന്ന് വെച്ചാൽ ഈ വാല്യൂ കൊടുക്കാമല്ലോ, ആൽഫ സ്ക്വയർ ഓഫ് A1 എന്നുള്ളത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആൽഫ സ്ക്വയർ ഓഫ് A1 = A4 എന്ന് വരും. അതായത് ആൽഫ ക്യൂബ് ഓഫ് A1 = A4 എന്ന് വരും. ആൽഫ ഓഫ് A3 എന്ന് എഴുതാമല്ലോ. ഇതാ ഇവിടെ ഉണ്ട്, ആൽഫ ഓഫ് A3 എന്ന് വെച്ചാൽ A4 ആണ്. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവസാനം M എന്ന് പറയുന്നതിൻ്റെ ഇമേജ് ആൽഫ ഓഫ് AM, ആൽഫ ഓഫ് AMൻ്റെ ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത എലമെൻ്റ് തന്നെ കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് A1 കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, അന്നേരം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയല്ല. ഓക്കെ, അന്നേരം അതാണ് എഴുതിയിരിക്കുന്നത്, ആൽഫ റേസ് ടു M ഓഫ് A1 = A1 ആൽഫ ഓഫ് AM. ഓക്കെ, അതായത് ആൽഫ ഓഫ് AMൻ്റെ ഇമേജ് എന്ന് പറയുന്നത് A1 ആണ്, ആൽഫ റേസ് ടു M ഓഫ് A1 എന്ന് എഴുതാം. ഓക്കെ, അത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് തൊട്ട് മുമ്പ് ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ആൽഫ ഓഫ് A1 എന്ന് പറയുന്നത് A2 ആണ്, ആൽഫ സ്ക്വയർ ഓഫ് A1 എന്ന് പറയുന്നത് A3 ആണ്, ആൽഫ ക്യൂബ് ഓഫ് A1 എന്ന് പറയുന്നത് A4 ആണ്, എക്സെട്ര ആൽഫ റേസ് ടു M ഓഫ് A1 എന്ന് പറയുന്നത് A1ൽ തന്നെ വന്ന് അവസാനിച്ചു. ഓക്കെ, അതൊരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. അതാണ് ആൽഫ റേസ് ടു M ഓഫ് A1 = A1 എന്ന് എഴുതാനുള്ള കാര്യം. ഫോർ സം M, സിൻസ് A ഈസ് ഫൈനൈറ്റ്, A ഫൈനൈറ്റ് ആണ്. A ഫൈനൈറ്റ് ആയതുകൊണ്ട് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, എന്തായാലും ഒരു സൈക്കിൾ അതിനകത്ത് കംപ്ലീറ്റ് ആവും. ബാക്കി എലമെൻറ്റ്സ് വേറെയും സൈക്കിൾസ് ഉണ്ടാകാം. കാര്യം ഒരു പെർമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ ഒറ്റ സൈക്കിളായിട്ട് മാത്രം എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ പല സൈക്കിൾസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അന്നേരം ഇവിടെ ഇപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി, ഇനി ബാക്കി എലമെൻറ്റ്സ് ഉണ്ടാകാം. ഓക്കെ, ഇനി ബാക്കി എലമെൻറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടിയാണ് ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു സൈക്കിളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. അതിനെന്താ ഇങ്ങനെ ഒന്ന് നൊട്ടേറ്റ് ചെയ്യുന്നു. ആൽഫ =
നമുക്കിപ്പോൾ എഴുതിയ കാര്യം തൊട്ട് മുമ്പ് എഴുതിയ കാര്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. അതായത് A1ൻ്റെ ഇമേജ് ആൽഫ ഓഫ് A1, A2 ആൽഫ ഓഫ് A2 എക്സെട്ര AM-ൻ്റെത് ആൽഫ ഓഫ് AM. ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ നമ്മളതിലുണ്ട്, അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് A1 A2 ആണ്, A2ൻ്റെ ഇമേജ് A3, A3ൻ്റെ ഇമേജ് A4, AM-ൻ്റെ ഇമേജ് A1ൽ തന്നെ അവസാനിച്ചു. അതായത് സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, അത് A1 to A2, A2 to A3, A3 to 4 എക്സെട്ര AM to A1. അതാണ് ഈ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എക്സെട്ര 3 കുത്തിട്ടു ആൻഡ് സോ ഓൺ. എക്സെട്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയും സൈക്കിൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ സൈക്കിൾ മാത്രം കൊണ്ട് അവസാനിക്കാം. ഇനി അടുത്തത് ഈ എക്സെട്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ദ റിമൈനിങ് എലമെൻറ്റ്സ്, അതായത് എക്സെട്ര എന്ന് ഉദ്ദേശിക്കുന്നത് റിമൈനിങ് ഇനി വരുന്ന എലമെൻറ്റ്സ് ആണ്, ബാലൻസ് എലമെൻറ്റ്സ്. കാര്യം ഇത് കംപ്ലീറ്റ് ആയിട്ടല്ല, ഒരു പർട്ടിക്കുലർ സൈക്കിൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇനിയും എലമെൻറ്റ്സ് ഉണ്ടാകാം. ഓക്കെ, ദ റിമൈനിങ് എലമെൻറ്റ്സ് ഓഫ് ആൽഫ. ഇപ്പോൾ ആൽഫ എന്ന് പറയുന്ന ഒരൊറ്റ സൈക്കിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ റിമൈനിങ് എലമെൻറ്റ്സിൻ്റെ ഫോം എന്ന് പറയുന്നത് ആൽഫ ഓഫ് I ഈക്വൽ ടു I ആണെന്ന് വിചാരിക്കുക. ആൽഫ ഓഫ് I ഈക്വൽ ടു I. ആൽഫ ഓഫ് I ഈക്വൽ ടു I എന്ന് വെച്ചാൽ ആൽഫ ഓഫ് 2 ഈക്വൽ ടു 2, ആൽഫ ഓഫ് 3 ഈക്വൽ ടു 3. അതായത് 2ൻ്റെ ഇമേജ് 2, 3യുടെ ഇമേജ് 3, 4ൻ്റെ ഇമേജ് 4, 5ൻ്റെ ഇമേജ് 5. അങ്ങനെയുള്ള എലമെൻറ്റ്സ് ആണ് ഇനി ഈ AM കഴിഞ്ഞ് വരുന്നതെങ്കിൽ ഈ ആൽഫ എന്ന് പറയുന്നത് A1 A2 എക്സെട്ര AM എന്ന് പറയുന്നത് ഒരു സൈക്കിളാണെന്ന് പറയാം. കാര്യം ഇപ്പോൾ A1 A2 A3 എക്സെട്ര AM-ൻ്റെ ബാലൻസ് ഉള്ള പോർഷൻസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ബാലൻസ് വരുന്ന ഈ ഡോട്ട് റിമൈനിങ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അതേ എലമെൻറ്റ്സിലോട്ട് തന്നെയാണ് മാപ്പിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് സൈക്കിളാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ റിമൈനിങ് എലമെൻറ്റ്സ് 2 to 2, 3 to 3, 4 to 4 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 to 2 എന്ന് വെച്ചാൽ ഒരു സിംഗിൾ സൈക്കിളായിട്ട് എടുക്കാം 2, 3 to 3 ആകുമ്പം സൈക്കിൾ 3, 4 to 4 ആകുമ്പം സൈക്കിൾ 4, അതല്ല സൈക്കിൾ 5, സൈക്കിൾ 6 അങ്ങനെയാണല്ലോ ബാക്കി വരുന്ന എലമെൻറ്റ്സ്. അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് എലമെൻറ്റ്സ് വരുന്നതെങ്കിൽ ഇപ്പോൾ സിംഗിൾ സൈക്കിളായിട്ട് വരുന്ന എലമെൻറ്റ്സിനെ നമ്മൾ സൈക്കിളിൻ്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ എഴുതേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ആദ്യം സൈക്കിൾ നൊട്ടേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, അന്നേരം അതായത് ഇതിൻ്റെ കൂടെ വരുന്ന എലമെൻറ്റ്സ് എല്ലാം സിംഗിൾ സൈക്കിളാണെന്നുണ്ടെങ്കിൽ അവയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അതായത് ആൽഫ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ ഈ ഒരൊറ്റ സൈക്കിളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് പ്രൂഫ് അവിടെ വെച്ച് തീർന്നു. ഓക്കെ, ഇനി ആൽഫ ഓഫ് I എന്ന് പറയുന്നത് I അല്ലെന്ന് വിചാരിക്കുക, നോട്ട് ഈക്വൽ ടു I ആണെന്ന് വിചാരിക്കുക. നോട്ട് ഈക്വൽ ടു I ആണെന്നുണ്ടെങ്കിൽ ഈ ആൽഫ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷന് പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, ഇഫ് ആൽഫ ഓഫ് I നോട്ട് ഈക്വൽ ടു I, ആൽഫ ഓഫ് I എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു I ആണെന്ന് എടുക്കുന്നു. ഫോർ I ഗ്രേറ്റർ ദാൻ M. I എന്ന് പറയുന്നത് M-നെയും കാട്ടി വലിയൊരു നമ്പറാണ്. അതായത് ഇപ്പം നമ്മളിപ്പം A1 A2 എക്സെട്ര AM വരെയുള്ള സൈക്കിൾ എഴുതിയല്ല, അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള എലമെൻറ്റ്സ്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ആൽഫ ഓഫ് I എന്ന് പറഞ്ഞാൽ I അല്ല, അതായത് 2ൻ്റെ ഇമേജ് 2 വരത്തില്ല, വേറെ ഏതെങ്കിലും നമ്പർ ആയിരിക്കും. ഓക്കെ, സെയിം ഇമേജസ് വരത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ബാക്കിയുള്ള എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഈ M കഴിഞ്ഞ് വരുന്ന എലമെൻറ്റ്സ്, അതിൽ നിന്നും അടുത്ത മറ്റൊരു എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു. B1 എന്ന് പറഞ്ഞ എലമെൻറ്റ് എടുക്കുന്നു. B1. ഓക്കെ, അതിൻ്റെ ഇമേജ് ആൽഫ ഓഫ് B1 എന്ന് പറഞ്ഞാൽ B2 ആണെന്ന് എടുക്കുന്നു. നമ്മൾ ആൽഫ ഓഫ് A1 ഈക്വൽ ടു A2 നേരത്തെ എടുത്തില്ലേ, അതേ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുന്നു. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, വേറെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇവിടെ. ആ ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ആൽഫ ഓഫ് B1 ഈക്വൽ ടു B2, ആൽഫ സ്ക്വയർ ഓഫ് B1 ഈക്വൽ ടു B3 എക്സെട്ര ആൽഫ റൈസ് ടു K ഓഫ് B1 ഈക്വൽ ടു B1. അതായത് B1 സ്റ്റാർട്ട് ചെയ്തു, B1 അവസാനിച്ചു, അടുത്തൊരു സൈക്കിൾ കിട്ടി. ഓക്കെ, അടുത്തൊരു സൈക്കിൾ കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ആൽഫ ഈക്വൽ ടു ഓൾറെഡി നമുക്ക് കിട്ടിയ സൈക്കിളാണ് ആദ്യം എഴുതിയിരിക്കുന്നത്, A1 A2 എക്സെട്ര AM. ഇപ്പം കിട്ടിയത് B1ൻ്റെ ഇമേജ് ആൽഫ ഓഫ് B1, B2ൻ്റെ ആൽഫ ഓഫ് B2. ആ സാധനമാണ് അടുത്ത പെർമ്യൂട്ടേഷൻ എഴുതിയിരിക്കുന്നത്. അതിന് ആൽഫ ഓഫ് B1 എന്ന് വെച്ചാൽ B2 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആൽഫ ഓഫ് B2 എന്ന് വെച്ചാൽ B3 ആണ്, അതാണ് അടുത്തതായി ഇവിടെ കൊടുത്തിരിക്കുന്നത്. B2, B3, B4 എക്സെട്ര B1. ഓക്കെ, അന്നേരം B1 തുടങ്ങി B1 അവസാനിച്ചു. അതായത് അവിടെയും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. അതായത് ഇങ്ങനെ എഴുതുന്നു A1 A2 എക്സെട്ര AM, B1 B2 എക്സെട്ര BK, വീണ്ടും എക്സെട്ര ആൻഡ് സോ ഓൺ. ഓക്കെ, ഇപ്പം 2 പ്രോഡക്റ്റ് ഓഫ് പെർമ്യൂട്ടേഷൻസ് കിട്ടിയല്ല. ഓക്കെ, ഈ 2 പ്രോഡക്റ്റ് ഓഫ് പെർമ്യൂട്ടേഷൻസും നമുക്ക് തെളിയിക്കാനുള്ളത് പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾ എന്നല്ലേ. ഓക്കെ, അതായത് ഈ 2 സൈക്കിളും ഡിസ്ജോയിൻ്റ് ആകണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കോമൺ ആയിട്ട് എന്തോ ഉണ്ടാകാൻ പാടില്ല, എലമെൻറ്റ്സ് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇമേജസ് ഒന്നും വരാൻ പാടില്ല. ഓക്കെ, ഒരിക്കലും ഇതിനകത്ത് കോമൺ എലമെൻറ്റ്സ് വരത്തില്ല. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതേപോലെ എക്സെട്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ വീണ്ടും സൈക്കിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഏത് സൈക്കിൾസ് എടുത്തു കഴിഞ്ഞാലും ഇതിനകത്ത് കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും വരത്തില്ല എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം കിട്ടിയ 2 സൈക്കിൾസ് എടുക്കുന്നു. ആ സൈക്കിൾസിനകത്ത് കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഇല്ല എന്നുകൂടി തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 സൈക്കിൾ എന്താണെന്നുകൂടി കിട്ടും, ഡിസ്ജോയിൻ്റ് ആണെന്നുകൂടി കിട്ടും. ഓക്കെ, ഇപ്പം പ്രോഡക്റ്റ് ഓഫ് സൈക്കിൾ ആണെന്ന് കിട്ടി. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് സൈക്കിൾ എന്ന് മാത്രമല്ല സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾ എന്നാണ്. അതായത് ഈ 2 സാധനം ഡിസ്ജോയിൻ്റ് ആണെന്നുകൂടി തെളിയിക്കണം. ഡിസ്ജോയിൻ്റ് ആണെന്നുകൂടി തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് ഡിസ്ജോയിൻറ്റ് സൈക്കിളിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇനി ഡിസ്ജോയിൻറ്റ് സൈക്കിളാണെന്ന് തെളിയിക്കണം. അതായത് നെക്സ്റ്റ് പ്രൂവ് ദ ന്യൂ സൈക്കിൾ. ഇപ്പം കിട്ടിയ സൈക്കിളാണല്ലോ ഈ സാധനം. വിൽ ഹാവ് നോ എലമെൻറ്റ്സ് ഇൻ കോമൺ വിത്ത് ദി പ്രീവിയസ്ലി കൺസ്ട്രക്റ്റഡ് സൈക്കിൾ A1 A2 എക്സെട്ര AM.
ഓക്കെ, മുമ്പ് നമ്മൾ എഴുതി വെച്ച ഈ സാധനത്തിനകത്തും ഈ സാധനത്തിനകത്തും ഇപ്പോൾ കിട്ടിയ സാധനത്തിനകത്തും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്ന് തെളിയിക്കണം. അതിന് ആൽഫ റേസ് ടു ഐ ഓഫ് A1 ഈക്വൽ ടു ആൽഫ റേസ് ടു ജെ ഓഫ് B1 അസ്യൂം ചെയ്യുന്നു. അതായത് ഒരു ഇമേജ് എ എന്ന് പറയുന്ന ഈ സെറ്റ് ഉണ്ടല്ലോ, അതിലെ ഒരു ഇമേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു സെറ്റിലെ ഇമേജിന് സെയിം ആണെന്ന് എടുക്കുന്നു. അതായത് കോമൺ ആയിട്ട് എലമെൻ്റ് ഉണ്ട് എന്ന് എടുക്കുന്നു. ഓക്കെ, കോമൺ ആയിട്ട് എലമെൻ്റ് ഉണ്ട്, രണ്ടും ഈക്വൽ ആണെന്ന് എടുക്കുന്നു. ഓക്കെ, ഇതിനകത്തുള്ളൊരു എലമെൻ്റ് ഇമേജും ഇതിനകത്തുള്ളൊരു എലമെൻ്റ് ഇമേജും ഒന്നാണെന്ന് എടുക്കുന്നു. ഒന്നാണെന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റ് ഇതിനകത്ത് രണ്ടിനകത്ത് ഉണ്ടെന്നല്ലേ മീനിങ്. അങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ടെന്ന് എടുക്കുന്നു. ഓക്കെ, അത് ഫോൾസ് ആണെന്നാണ് തെളിയിക്കാനുള്ളത്. അത് നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആൽഫ റേസ് ടു മൈനസ് ജെ എന്ന് പറയുന്ന എലമെൻറ്റ് രണ്ടിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യും. ആൽഫ റേസ് ടു മൈനസ് ജെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആൽഫ റേസ് ടു ഐ ഇൻറ്റു ആൽഫ റേസ് ടു മൈനസ് ജെ ഓഫ് A1 ഈക്വൽ ടു ആൽഫ റേസ് ടു ജെ ഇൻറ്റു ആൽഫ റേസ് ടു മൈനസ് ജെ ഓഫ് B1 എന്ന് എഴുതും. ഓക്കെ, അതിനെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്നുള്ള ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ വരും. ആൽഫ റേസ് ടു ഐ മൈനസ് ജെ ഓഫ് A1 ഈക്വൽ ടു B1 എന്ന് വരും. അതായത് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റിൻ്റെ ഇമേജ്, അതാണല്ലോ ആൽഫ ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവർ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ആൽഫ ഓഫ് എ എന്ന് പറയുന്ന എലമെൻറ്റ് A1 A2 എന്തോ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ആ ഇമേജ് എന്ന് പറയുന്നത് B1 നമുക്ക് കിട്ടിയത്. അതായത് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻ്റാണ് എ എന്ന് പറയുന്ന സെറ്റിലെ ഇമേജ് കിട്ടിയിരിക്കുന്നത്. അതൊരിക്കലും ട്രൂ ആകത്തില്ല. കാര്യം നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൽഫ ഓഫ് A1 ഈക്വൽ ടു A2. A1ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് A1ൻ്റെ സെറ്റിൽ തന്നെ ഇമേജസ് ആണ് വരുന്നത്. A1ൻ്റെത് A2, A2ൻ്റെത് A3, A3യുടേത് A4, അതേപോലെ B1ൻ്റെത് B2, B2ൻ്റെത് B3, B3യുടേത് B4, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും A1ൻ്റെ ഇമേജ് അല്ലെങ്കിൽ A എന്ന് പറയുന്ന സെറ്റിലെ ഇമേജസ് എന്ന് പറയുന്നത് B എന്ന് പറയുന്ന സൈക്കിളിലെ ഇമേജസ് ഒരിക്കലും ആവത്തില്ല. ഓക്കെ, അതായത് ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. ഓക്കെ, നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു കണ്ടീഷനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് A1ൻ്റെ ഇമേജ് ഒരിക്കലും B1 ആകത്തില്ല. അതായത് എലമെൻറ്റ്സ് ഒരിക്കലും എന്തോ ആകത്തില്ല, കോമൺ ആയിട്ട് വരത്തില്ല. അതായത് ഇത് ഡിസ്ജോയിൻ്റ് തന്നെയാണ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്സ് ഇൻ എ സിമിലർ വേ അൺടിൽ വി ഗെറ്റ് ഇപ്പം നമുക്ക് കിട്ടിയ ഇതാണല്ലോ പ്രോഡക്റ്റ്. ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ആൽഫ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ എഴുതാൻ പറ്റും. അതായത് എവറി പെർമ്യൂട്ടേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ്. ഇതാണ് പ്രൂഫ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രൂഫാണ്. ഇത് ഡെഫിനിഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. എക്സാമ്പിളുമായിട്ടൊക്കെ ചിന്തിക്കണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്ത് കാണുന്ന ആൾക്കാർക്ക് ഇതൊരു കാരണവശാലും ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടത്തില്ല എന്താണെന്നുള്ളത്. കാര്യങ്ങൾ വ്യക്തമായിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രമേ പ്രൂഫിൻ്റെ ഒരു പരിപൂർണ്ണതയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതായത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഈ തിയറംസ് ഒക്കെ ഒന്ന് എഴുതി പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട തിയറമാണ്, എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്നൊരു തിയറമാണ്. ഈ ക്ലാസ് നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.